പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരണം. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ടെന്നാണ് പറയുന്നത്. അസംഗോയ എന്ന് പറയും. ഇത് കണ്ടോ, കല്ലായി പാലത്തിൻ്റെ മുകളിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന അസംഗോയാണ്. ആവതുള്ള കാലത്ത് മരക്കമ്പിലാണ് ഇദ്ദേഹം ജോലി ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കോഴിക്കോടുള്ള മരക്കമ്പിന് പെട്ട ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇദ്ദേഹത്തിന് മക്കളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. 3 മക്കളുണ്ട്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം വീട് വിട്ട് ഇറങ്ങിയത്, അല്ലെങ്കിൽ വീട് വിട്ട് ഇറക്കിയത്. ഇതാണ് അസംഗോയ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് കാണുമ്പോൾ ഇവിടാണ് കിടന്നത്. ഇത് നമ്മളെ കല്ലായിപ്പാലത്തിനോട് വരുന്ന മന്ദൽപ്പാലത്തിലേക്ക് പോകുന്ന ആ റോഡാണ്. ആ റോട്ടിലൊരു പീഡിയക്കൊലയമേലായിരുന്നു ഇദ്ദേഹം കിടന്നത്. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യസ്നേഹി ഇദ്ദേഹത്തിന് കണ്ടപ്പം വിളിച്ച് പറഞ്ഞ പ്രകാരം നമ്മളോട് എത്തുമ്പോൾ നോക്കുമ്പോൾ പനിയാണ്. ന്യൂമോണിയ എന്ന് പറഞ്ഞ രോഗമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനുള്ളത്. അത് കൂടുതലായിട്ടുണ്ട്. ശ്വാസതടസ്സമൊക്കെ ഉണ്ടായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. ഞങ്ങൾ കൊണ്ടുപോയി അത് അവിടുന്ന് വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. 8-9 ദിവസം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കോഴിക്കോട് ചെമ്മങ്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ്, അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ പേസിലുള്ള 2-3 ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു മാർഗ്ഗമില്ല. ഒന്നാമതില്ലാത്തത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ ടൈമിൽ ഒന്നുമില്ല. ഇദ്ദേഹത്തിന് സ്വത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ വരുന്ന കഴിഞ്ഞ് അതിൻ്റെ ഒരു അടയാളമാണ് നമ്മളെ പള്ളിക്കണ്ടിയിൽ കുത്തുകല്ലിൻ്റെ അവിടെ താമസിക്കുന്ന പാത്തുമ്മത്താത്ത എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പാവപ്പെട്ടല്ല, വീടും കാര്യങ്ങളും സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വർണ്ണമൊക്കെ മരിക്കാൻ കിടക്കല്ല, ആവതുള്ള സമയത്ത് തന്നെ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാതിലത്തേക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി. അതിന് പള്ളി കമ്മിറ്റി ഉണ്ടായിരുന്നു ചോദിക്കാൻ. നമ്മളെ കണ്ണമ്പറമ്പ് പള്ളിയിലത്തെ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിട്ടുകൊടുക്കി, അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട്. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഓക്സിജൻ ഇല്ലാണ്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ആ സ്ത്രീ ഇന്ന് മരണപ്പെട്ട്. കാരണം അതിനകത്ത് സ്വത്തുണ്ടായിരുന്നു, കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി മരണപ്പെട്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഒന്നുമില്ല. ഇദ്ദേഹത്തിന് അറിയുന്ന ഒരാൾ പോലും ഇല്ലേ നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ? ചോദിക്കണം മക്കളോട്, എൻ്റെ ബാപ്പൻ്റെ പേരെന്താണെന്ന് ചോദിക്കണം, അപ്പോഴേ പറയുള്ളൂ. എനിക്ക് ഇദ്ദേഹത്തിന് കുറേ മുമ്പത്തെ പരിചയമുണ്ട്. കൊറോണ സമയത്താണ് കൂടുതൽ പരിചയപ്പെട്ടത് ഇദ്ദേഹത്തിന്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ആവതുണ്ടായിരുന്നു. ഒരു പ്രാവശ്യവും ഒരു മകൻ്റെ കൈമിൽ പോലീസ് മുഖാന്തരം ഏൽപ്പിച്ചതിന് ഒരു നമ്പറില്ല. പക്ഷെ ഒരു നമ്പർ എനിക്ക് കിട്ടിയിട്ട് അത് മകനാണെന്നുള്ള ഉറപ്പാണ്. മകന് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത്. ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നും രോഗം കൂടുതലായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് രാത്രി 12 മണിൻ്റെ അടുത്തിൻ്റെയാണ് എന്നെ വിളിച്ച സിസ്റ്റർമാർ. അങ്ങനെ അവിടുന്ന് ഞാൻ കോളേജിൽ കൊണ്ടുപോവാണ്. 3:30 രാത്രി പുലർച്ചയ്ക്ക് 3:30 സമയത്താണ് അവിടുന്ന് കഴിച്ചിലായത്. വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങോട്ട് വന്ന്. അപ്പോഴും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പടച്ചോന് വിചാരിച്ചിട്ട് മരക്കമ്പിൽ ആരും ഇദ്ദേഹത്തിന് അറിയുന്നില്ല. ഒരാൾ പോലും വിളിച്ചിട്ടില്ല. അതാണ് സങ്കടം. ഇദ്ദേഹത്തിന് അറിയും, മക്കൾ അറിയും എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ വല്ലാത്തൊരു സങ്കടം കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്കൊക്കെ മക്കളുണ്ടെങ്കിൽ നാളെ നമ്മളങ്ങനെ അകപ്പെടാതിരിക്കട്ടെ പടച്ചോനെ. നിങ്ങളിതൊന്ന് ശേഖരിക്കണം. മക്കളോട് ചോദിക്കാനുള്ള സന്മനസ്സുകൾ കാണിക്കണം. എൻ്റെ ബാപ്പല്ലേ കെടുക്കണമെന്നുള്ളത്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർ വരുമ്പോഴുണ്ടല്ലോ നമ്മളെ വായിന്ന് കേൾക്കണത് അവർക്ക് കേൾക്കും. ഇനി ഇവിടെ നിന്ന് കിട്ടിയില്ല അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. കാരണം കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. താനൊന്നും വളരില്ലല്ലോ കുട്ടികളൊന്നും. ഇദ്ദേഹത്തിൻ്റെ അല്പെങ്കിലും എല്ലുണ്ടാവും. പഠിച്ചോന്ന് വിചാരിച്ചിട്ട് മക്കളുണ്ട്, ഇതൊന്ന് കൊടുക്കണം. മക്കൾ വരാനുള്ള അധികാരവും അവകാശവും ജനങ്ങളായി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പ്ലീസ്